ഞാനൊരു ഒമേഗ 3 വാങ്ങി എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജിമ്മിലൊക്കെ പോയ സമയത്ത് ഈ മസിൽ സോർനെസ് മാറാൻ വേണ്ടിയിട്ട് ഒമേഗ 3 നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത്. നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡാണ്, തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഈ ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്നത് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആസ്റ്ററിൻ്റെ ഫാർമസിയിൽ ഡയറക്റ്റ് പോയിട്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ അടുത്താണ് ഇതിൽ EPA DHA ഒക്കെ എത്ര ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ ആവശ്യത്തിനുള്ള ഒമേഗ 3 കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് എത്ര ക്യാപ്സുൾ കഴിക്കണമെന്ന് അറിയോ? 15. കാരണം അത്രയധികം ഇതിനകത്ത് ഒമേഗ 3 കുറവാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ ഒമേഗ 3 പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നിങ്ങൾ സാധാരണഗതിയിൽ ഈ ഒമേഗ 3 വാങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ അക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സപ്ലിമെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ 3 ആണ്. കാരണം ഈ ഒമേഗ 3യുടെ ബെനിഫിറ്റ്സ് ഒക്കെ ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വാങ്ങി കഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നല്ല ഒമേഗ 3 തന്നെ വാങ്ങണം. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്താണ് ഈ കോഡ് ലിവർ ഓയിലും ഒമേഗ 3 തമ്മിലുള്ള വ്യത്യാസം, എന്താണ് EPA അല്ലെങ്കിൽ DHA, അത് ഒരു ദിവസം എത്ര വേണം, പിന്നെ നമ്മൾ ഈ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് നടത്തുമ്പോഴത്തേക്ക് ഏത് ലോഗോയാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഈ ഒമേഗ 3 എന്ന് വെച്ചാൽ ഫുഡിൻ്റെ വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണോ, അതിനകത്ത് മെർക്കുറി, കാഡ്മിയം പോലത്തെ ഹെവി മെറ്റൽസ്, ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒമേഗ 3 എങ്ങനെ വാങ്ങാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു ഒമേഗ 3 സപ്ലിമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒമേഗ 3 കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ഒരു പ്രോമിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നെ പോലെ ഒമേഗ 3 വാങ്ങിയ ഒരു അബദ്ധം കാണിക്കില്ല. ഇനി ഒമേഗ 3 എന്താണെന്ന് എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം യൂട്യൂബിലൊക്കെ നൂറുകണക്കിന് വീഡിയോസ് ഉണ്ട്. ഒമേഗ 3യെക്കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള പല സപ്ലിമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒമേഗ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റഡീസൊക്കെ ക്ലിനിക്കലി പ്രൂവൺ ആണ്. നമുക്ക് ബോഡിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം. എന്താണ് ബെനിഫിറ്റ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇനി ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ 60% കൊഴുപ്പുണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കൊഴുപ്പിൽ നല്ലൊരു ശതമാനവും ഈ ഒരു ഒമേഗ 3യിലെ DHA ആണ്. അപ്പം ഈ DHAയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ഫോഗ്, മെമ്മറി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ബ്രെയിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ DHA സഫീഷ്യൻ്റായിട്ട് കഴിക്കണം. ഇനി ഹാർട്ടിന് കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് വളരെയധികം ബെനിഫിഷ്യലാണ് ഈ ഒമേഗ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കും. മാത്രമല്ല ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കുന്നതുകൊണ്ട് ഹാർട്ട് ഹെൽത്തിന് വളരെ ബെനിഫിഷ്യലാണ്. പിന്നെ നമ്മൾ ജോയിൻസിൻ്റെയും മസിൽസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ജിമ്മിലൊക്കെ പോകുമ്പോഴുള്ള മസിൽ സോർനെസ് അല്ലെങ്കിൽ റിക്കവറി ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഞാൻ അങ്ങനെയാണ് ഇത് വാങ്ങിയത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രയോജനം കിട്ടിയില്ല എന്ന് മാത്രം. പിന്നെ അടുത്ത് നമ്മൾ ലിവറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ് ഈ ഒമേഗ 3. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ PCOS ഉള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പെരിമെനോപോസ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഈ ഹോർമോൺ ഇംബാലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്ന പല പഠനങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര നല്ലൊരു കാര്യമല്ല ഈ സപ്ലിമെൻറ്റ്, അപ്പം കുറേ സപ്ലിമെൻറ്റ് വാങ്ങാം എന്ന് വിചാരിക്കും. പക്ഷേ അവിടെയാണ് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത്. ഇനി നമുക്ക് അതിന് മുന്നേ ഈ ഒമേഗ 3 എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് നോക്കിയാലോ. 1970 2 ഡാനിഷ് സയൻറ്റിസ്റ്റ് നേരെ ഗ്രീൻലൻഡിലേക്ക് പോയി. അവിടുത്തെ ഇന്യൂട്ട് എന്ന് പറയുന്ന ഗോത്രവിഭാഗത്തിലെ ആൾക്കാരെക്കുറിച്ച് പഠിക്കാനായിരുന്നത്. അപ്പോൾ അവരുടെ മെയിൻ ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീല് അല്ലെങ്കിൽ വെയിൽസൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഇറച്ചിയും അല്ലെങ്കിൽ കൊഴുപ്പൊക്കെയാണ് ധാരാളമായിട്ട് അവർ കഴിച്ചിരുന്നത്. അപ്പം ഈ സയൻറ്റിസ്റ്റ് അവിടെ കുറേ നാൾ സ്റ്റഡി നടത്തിയപ്പോഴത്തേക്ക് കണ്ട ഒരു അത്ഭുതകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹാർട്ട് ഡിസീസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് ആലോചിച്ച് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഹാർട്ട് ഡിസീസ് ഇത്ര കുറവ്, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അവരെങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് അവർ കുറേ സ്റ്റഡീസ് നടത്തി. അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ച 2 ഘടകങ്ങളാണ് EPA ആൻഡ് DHA. ആ ഒരു കണ്ടുപിടുത്തമാണ് പിന്നീട് ഒമേഗ 3 കുറിച്ച് കൂടുതൽ ആൾക്കാർ പഠിക്കാനും. ഏകദേശം 5000-ഓളം പഠനങ്ങൾ ഒമേഗ 3 കുറിച്ച് നടത്തിയിട്ടുണ്ട്. മിക്ക സ്റ്റഡീസും ഈ ഒമേഗ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻലൻഡിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഭാഗ്യത്തിന് നല്ലൊരു കോസ്റ്റ് ലൈൻ ഉണ്ട്. മത്സ്യം ഇഷ്ടംപോലെ എല്ലാ ദിവസവും കിട്ടും അല്ലേ. പ്രത്യേകിച്ചും അയല, മത്തി ഇതൊക്കെ ധാരാളമായിട്ട് EPAയും DHA ഒക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ആഹാരത്തിലും പണ്ട് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ അടുത്ത കാലം വരെ ധാരാളമായിട്ട് ഈ ഒരു EPA DHA നമ്മൾ കഴിച്ചിരുന്നു. നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി വിശദമായിട്ട് എന്താണ് ഈ ഒമേഗ 3 നോക്കാം. ഈ ഒമേഗ 3യിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്. 1 ALA, 2 EPA, 3 DHA. ഇനിയിപ്പം ഇത് ഓരോന്നും എന്താണ്, എവിടെ നിന്നാണ് കിട്ടുന്നത്, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഇനി ALA എന്ന് പറഞ്ഞാൽ ആൽഫ ലിനോലെനിക് ആസിഡ്. ഇതൊരു പ്ലാന്റ് പ്രൊഡക്റ്റാണ്. ഇത് ധാരാളമായിട്ട് കാണുന്നത് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട് ഇതിലൊക്കെയാണ്. നമ്മൾ പലപ്പോഴും പറയുമല്ലേ ഈ ചിയ സീഡ്സ് കഴിച്ചാൽ അതിനകത്ത് ഒമേഗ 3 ധാരാളമുണ്ട്, അല്ലെങ്കിൽ വാൾനട്ട് കഴിച്ചാൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ വളരെ നല്ലതാണെന്നൊക്കെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ALA അതുപോലെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കൺവേർട്ട് ചെയ്ത് EPA അല്ലെങ്കിൽ DHA ആക്കി മാറ്റണം.
അതായത് നമ്മുടെ കയ്യിലിപ്പം കുറച്ച് ഡോളറോ അല്ലെങ്കിൽ പൗണ്ടോ ഒക്കെ ഉണ്ട്. നമുക്കതൊരിക്കലും നമ്മളെ പച്ചക്കറി കടയിൽ കൊണ്ടുപോയിട്ട് അത് സാധനം വാങ്ങാൻ പറ്റില്ല അല്ലേ? നമുക്കതിന് ഇന്ത്യൻ രൂപ തന്നെ വേണം. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ ഈ ALA എന്ന് പറഞ്ഞ സാധനം അതുപോലെ ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് EPA അല്ലെങ്കിൽ DHA ആയിട്ട് കൺവേർട്ട് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് എന്താണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺവേർഷൻ റേറ്റ് ഭയങ്കര കുറവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം ALA കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 5 to 10% അല്ലെങ്കിൽ 5-10 ഗ്രാം മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി അടുത്തത് EPA. EPA എന്ന് വെച്ചാൽ എക്കോസ പെൻറ്റനോയിക് ആസിഡ്. ഈ EPAയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ഹാർട്ട് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് EPAയുടെ ഫംഗ്ഷൻ. അടുത്തത് DHA, ഡെക്കോസ ഹെക്സനോയിക് ആസിഡ്. ഇതാണ് നമ്മുടെ ബ്രെയിനിൽ, നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ 60% കൊഴുപ്പാണ്, അതിൻ്റെ നല്ലൊരു ശതമാനം ഈ ഒരു DHA ആണ്. അപ്പം ബ്രെയിൻ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ DHA കഴിക്കണം. ഹാർട്ട് ഹെൽത്തിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് EPA കഴിക്കണം. അപ്പം ഈ പറയുന്ന EPAയും DHAയും നമുക്ക് ഫിഷിൽ നിന്ന് കിട്ടും. വെജിറ്റേറിയൻസിനാണ് ബുദ്ധിമുട്ട്. വെജിറ്റേറിയൻസിനാണെങ്കിൽ അത് ആൽഗ സപ്ലിമെൻ്റൊക്കെ കിട്ടും, അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ പ്ലാൻ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് ഈ ALA കഴിച്ചിട്ട് അതിൽ നിന്ന് EPAയും അല്ലെങ്കിൽ DHAയൊക്കെ കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ഏറ്റവും ക്യൂരിയസ് ആയ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഈ കൺവേർഷൻ ALA നിന്ന് EPAയും അല്ലെങ്കിൽ DHAയുടെ കൺവേർഷൻ എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. നമുക്ക് ഈ omega-3 കുറിച്ച് നേരത്തെ നന്നായിട്ട് അറിയത്തില്ലായിരുന്നെങ്കിലും ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീൻ ഗുളിക വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് 7 Seas എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണെന്നൊക്കെ കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു ബ്രൗൺ ട്രാൻസ്പെറൻറ്റ് ക്യാപ്സ്യൂൾസൊക്കെ നമ്മൾ നല്ല ആരോഗ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കഴിക്കുമായിരുന്നു അല്ലേ? നമുക്കെപ്പോഴും പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഈ omega-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ലിവർ ഓയിലാണെന്നാണ്. എനിക്കും പറ്റിയൊരു അബദ്ധം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ധാരാളമായിട്ടുള്ളത് വൈറ്റമിൻ എയും ഡിയുമാണ്. നേരത്തെ പറഞ്ഞ omega-3 EPAയും DHAയൊക്കെ ഉണ്ട്, പക്ഷേ സഫീഷ്യൻറ്റ് എമൗണ്ടിന് ഇല്ല. ഇനി കോഡ് ലിവർ ഓയിലിൻ്റെ തന്നെ വേറെ പാക്കിൽ omega-3 സഫീഷ്യൻ്റ് ആയിട്ടുള്ള EPA DHA ഉള്ളതുകൊണ്ട് അപ്പോഴും അത് നോക്കി വാങ്ങുക. ഇനി നമുക്ക് ഈ omega-3യുടെ ഡോസ് അല്ലെങ്കിൽ എത്രയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. അത് നമുക്ക് പല കണ്ടീഷൻ നമ്മൾ പല രീതിയിലാണ് പറയുക. ഇപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു നോർമൽ ആൾ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു മെയിൻ്റനൻസ് ഡോസിൽ പോകണമെങ്കിൽ ഒരു 250 to 500 നമ്മൾ പറയുക. ഇനി ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട്, ഇനി ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 1000 മില്ലിഗ്രാം വരെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പെരിമെനോപോസ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, PCOS ഉള്ള ആൾക്കാർ, ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ 2000 മുതൽ 4000 വരെ പറയാറുണ്ട്. ഇനി ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ മസിൽ സോർനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിക്കവറിക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 2500 മുതൽ 4000 വരെയാണ് പറയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ സപ്ലിമെൻ്റ് കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടേഴ്സിനോട് ചോദിക്കുക. കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നമ്മളൊരു 4000-നും 5000-നും മുകളിലേക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ മനസ്സിലായല്ലോ, എനിക്കൊരു ദിവസം 3000 മുതൽ 4000 വരെയൊക്കെ വേണ്ടി വരുമ്പോൾ ഞാനതിനകത്ത് എത്ര ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ omega-3യുടെ ബോട്ടിൽ ഇന്ന് തന്നെ നമ്മൾ എടുത്ത് നോക്കുക, അതിനകത്ത് എത്ര EPA അല്ലെങ്കിൽ DHA അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി എന്തിനാണ് ഈ തേർഡ് പാർട്ടി ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ നാളെ ഒരു omega-3 പുറത്തിറക്കിയിട്ട് പറയാം ഇതിനകത്ത് 3000 അല്ലെങ്കിൽ 4000 EPA and DHA ഉണ്ടെന്നൊക്കെ പറയാം. അതൊന്നും ടെസ്റ്റ് നോക്കാൻ പോകുന്നുണ്ട് അല്ലേ? അവിടെയാണ് ഈ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് വരുന്നത്. അവർ ഈ omega-3 ക്യാപ്സ്യൂൾ എടുത്തിട്ട് അതിനകത്ത് എത്ര EPA ഉണ്ട്, എത്ര DHA ഉണ്ട്, ഇനി മെർക്കുറി അല്ലെങ്കിൽ കാഡ്മിയം പോലെ എന്തെങ്കിലും ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ തേർഡ് പാർട്ടി ആരാന്നുകൂടെ നോക്കണം അല്ലേ? അതായത് ഞാൻ തന്നെ ഇപ്പോൾ ഒരു omega-3 പുറത്തിറക്കി, ഞാൻ തന്നെ ഒരു ലാബ് ടെസ്റ്റ് പുറത്തിറക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് IFOS സർട്ടിഫിക്കേഷനാണ്, ഇൻ്റർനാഷണൽ ഫിഷ് ഓയിൽ സ്റ്റാൻഡേർഡ്സ്. അപ്പം അവരുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, ഇതിനകത്ത് മെർക്കുറിയും കാഡ്മിയം ഒന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ വേറെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ് NSF, USP. പക്ഷേ നമുക്ക് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ളത് ഈ IFOS ആണ്. അപ്പം ഈ IFOS സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ലേബലിൽ നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ omega-3 വാങ്ങുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് കുറച്ച് ലേബിൾസ് വായിച്ച് നോക്കിയാലോ, എങ്ങനെയാണ് ഈ സപ്ലിമെൻ്റ് കമ്പനിക്കാർ നമ്മളെ പറ്റിക്കുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് നോക്കിയൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. അവരുടെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് 1300 മില്ലിഗ്രാം എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ ഈ omega-3. കാരണം അത്രയ്ക്ക് കൂടുതലുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. വില നോക്കിയാലും അത്യാവശ്യം നല്ല വിലയുണ്ടല്ലോ. 303 ദിർഹം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7500-8000 രൂപയോളം ഉണ്ട്. അപ്പം ഇത്രയും ഒരു 7500-8000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇത് വാങ്ങുമ്പം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ. ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സർവിങ് സൈസ് 3 സോഫ്റ്റ് ജെല്ലാണ്. അതായത് 3 ക്യാപ്സുലുള്ള അളവാണ് ഈ പറയുന്നത്. അതിൽ നമ്മൾ താഴേക്ക് വരുമ്പം omega-3 ഫാറ്റി ആസിഡ് നോക്കിയാൽ ALA 585. നമുക്കറിയാം ALA എന്ന് പറഞ്ഞാൽ 5 മുതൽ 10% മാത്രമേ അബ്സോർവ് ചെയ്യുള്ളൂ. അതായത് ഈ 585 മില്ലിഗ്രാമിൽ നിന്ന് 5 അല്ലെങ്കിൽ 10 മില്ലിഗ്രാം മാത്രമേ നമ്മുടെ ശരീരത്തിൽ കിട്ടുള്ളൂ. പിന്നെ EPAയും DHAയും 344, 221. അതായത് 1300 എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നതിനകത്ത് ഒരു 500-600 അതിൻ്റെ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. അതും 3 ക്യാപ്സ്യൂളിൽ. ഇനി അടുത്തൊരെണ്ണം നോക്കിയാലോ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വൈറ്റമിൻ E ആഡ് ചെയ്തിട്ടുണ്ട്,
ഒമേഗ 3 ഫിഷ് ഓയിലിൻ്റെ എമൗണ്ട് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് EPA എത്രയാണ്, DHA എത്രയാണെന്നാണ്. ഒമേഗ 3 ഫിഷ് ഓയിൽ നോക്കുമ്പോൾ 1000 ഉണ്ട്. പക്ഷേ EPA DHA നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെറും 400 മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഒരെണ്ണം നോക്കാം. ഇവിടെ ഒമേഗ 3 എന്ന് പറയുന്നത് 950 ഉണ്ട്, അത് കറക്റ്റാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് EPA 500 ഉണ്ട്, അല്ലെങ്കിൽ DHA 372. അപ്പം ഇത് ഏകദേശം നമുക്ക് ഒരു ഡെയിലി നമുക്ക് ഒന്ന് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ്റെനൻസ് ഡോസിൽ പോകാം. ഇനിയിപ്പോൾ ഒരു ഹയർ ഡോസിൽ വേണമെങ്കിൽ 2-3 ക്യാപ്സൂൾസ് കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒമേഗ 3 വാങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ ഈ ഒരു 3 ലേബലിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഇല്ല. ഇവർ തന്നെ പറയുന്നതാണ് ഇത്രയുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന കാര്യം നമുക്കറിയില്ല. അപ്പോൾ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒമേഗ 3യുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മളെ ബ്രെയിൻ്റെ കാര്യത്തിലായാലും ഹാർട്ടിൻ്റെ കാര്യത്തിലായാലും ഫാറ്റ് ലിവറിൻ്റെ കാര്യത്തിലായാലും അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നമ്മൾ സപ്ലിമെൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്. നല്ല വില എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കൊരു സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു സപ്ലിമെൻറ്റ് ഇപ്പം കിട്ടാനില്ല. അപ്പോൾ എന്താണൊരു സൊല്യൂഷൻ? അവിടെയാണ് നമ്മൾ മലയാളികൾ നല്ല ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. കാരണം നമുക്ക് നല്ല കോസ്റ്റ്ലി ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ ഫിഷും ഉണ്ട്. ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഒമേഗ 3യുടെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കോമൺ ആയിട്ട് കിട്ടുന്ന ഫിഷിൽ എത്രമാത്രം ഒമേഗ 3 ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് അയല എന്ന് പറഞ്ഞാൽ ഒരു ഒമേഗ 3 കിങ് എന്ന് പറയാം. അതായത് വെറും 100 ഗ്രാം അയലയിൽ ഏകദേശം 2670 മില്ലിഗ്രാം ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ മത്തി എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാമിൽ 1480 ഉണ്ട്. ഇനി നമ്മൾ നെത്തോലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 100 ഗ്രാമിൽ 1290 വരെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഒമേഗ 3 നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സാൽമണിനകത്ത് ഇഷ്ടംപോലെ ഒമേഗ 3 ഉണ്ട്. അങ്ങനെ വലിയ വില കൊടുത്ത ആൾക്കാർ സാൽമണൊക്കെ വാങ്ങും. പക്ഷേ സാൽമണിൽ ഒമേഗ 3 ഉണ്ട്. ഏകദേശം 100 ഗ്രാം സാൽമണിൽ ഏകദേശം 2250 മില്ലിഗ്രാമൊക്കെ ഉണ്ട്. പക്ഷേ അത് വൈൽഡ് സാൽമണാണ്, അതായത് നാച്ചുറൽ സോഴ്സിൽ നിന്നൊക്കെ കിട്ടുന്നത്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന സാൽമൺ എപ്പോഴും നമ്മൾ ഫാമിലൊക്കെ വളർത്തുന്നതാണ്. അതിനകത്ത് അത്രയും ഒരു ഒമേഗ 3 കിട്ടാറില്ല. അപ്പോൾ ഒമേഗ 3 കിട്ടാൻ വേണ്ടി അത്ര വില കൂടി സാൽമണൊന്നും ആവശ്യമില്ല. നമ്മുടെ അയലയും മത്തിയും നെത്തോലിയൊക്കെ മതി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യൻ്റായിട്ട് ഒമേഗ 3 കിട്ടില്ല. അത് കറി വെച്ച് കഴിക്കുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കുക. സ്റ്റീം ചെയ്ത് കഴിക്കുന്ന നമ്മുടെ നാട്ടിലങ്ങനെ പതിവില്ല. ചൈന, തായ്ലൻഡ് അവരൊക്കെയാണ് സ്റ്റീം ചെയ്ത് കഴിക്കുക. പക്ഷേ നമുക്ക് കറി വെച്ച് കഴിക്കാം. കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യൻ്റായിട്ട് ഒമേഗ 3 കിട്ടും. ഇനി ഈ ഒമേഗ 3 ഇത്ര നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് കഴിച്ചുകൂടാത്ത ആൾക്കാരുണ്ടോ? ചില ആൾക്കാർ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്ന് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാർ, ഈ ആസ്പിനൊക്കെ കഴിക്കുന്ന ആൾക്കാർ, ഹാർട്ട് ഡിസീസൊക്കെ ഉള്ള ആൾക്കാർ, അവരെപ്പോഴും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഈ ഒമേഗ 3 കഴിക്കാവുള്ളൂ. അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സർജറിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ഒരാഴ്ച മുന്നേയൊക്കെ ചിലപ്പോൾ അത് നിർത്തും. അതെപ്പോഴും ഡോക്ടറോട് പറയുക ഞാൻ ഒമേഗ 3 കഴിക്കുന്നുണ്ടെന്ന് പറയുക. അപ്പം ഡോക്ടർ അനുസരിച്ചുള്ള അഡ്വൈസ് തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമേഗ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സ്റ്റഡീസ് നടന്നിട്ടുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിക്ക്. അത് ബ്രെയിനായാലും ഹാർട്ടിനായാലും അല്ലെങ്കിൽ നമ്മൾ ഓവറോൾ ഹെൽത്തിനായാലും. അപ്പം ഒമേഗ 3 നീക്കം നമ്മൾ കുറേ സപ്ലിമെൻ്റ് കുറേ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുക അല്ലാതെ നമ്മൾ ഡയറ്റിൽ നിന്ന് നന്നായിട്ട് കഴിക്കാൻ നോക്കുക. ഇനി ഇൻ കേസ് നമ്മൾ ഡയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ സപ്ലിമെൻറ്റ് വാങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒമേഗ 3 ഒരുപാട് വാങ്ങി പൈസ ഇടുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു നല്ല ഹെൽത്തി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.